ഇന്ന് വഴുതനങ്ങ കൊണ്ട് എങ്ങനെയാ ഒരു അടിപൊളി തോരൻ പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാമേ. അധികം വെള്ളമയോ ഒന്നുമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള തോരനാണിത്. ഞാനിന്ന് എടുത്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന വയലറ്റ് കളറുള്ള വഴുതനങ്ങയാണ്. വഴുതനങ്ങ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത് രണ്ടായിട്ട് മുറിച്ചെടുക്കാമേ. എന്നിട്ട് അതിൻ്റെ വിത്തൊക്കെ കളഞ്ഞ ശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മുറിച്ച ശേഷം വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ വഴുതനങ്ങയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുകയെ. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയാണ് വേണ്ടത്. ഈ സവാളയെ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കൊത്തി അരിഞ്ഞ് വെക്കാമേ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അത്യാവശ്യം എരിവുള്ളൊരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി വേണം. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വഴുതനങ്ങ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാമേ. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് അധികം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ വഴുതനങ്ങ ഒന്നും അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്യാവശ്യം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം ഒരു നുള്ളു മഞ്ഞപ്പൊടിയാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ കൂടെ ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാമേ. എന്നിട്ട് നമുക്കതിന് ഒരു 2 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പിലും വറ്റൽമുളകും കൂടെ അതിലോട്ടിട്ട് കൊടുക്കാം. ഇനി അത് മൂത്ത് വരുമ്പോൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മളിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ലേ. വെളിച്ചെണ്ണയും വഴുതനങ്ങയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു പാത്രം വെച്ച് നമുക്ക് അടച്ചൊന്ന് വേവിച്ചെടുക്കാമേ. വഴുതനങ്ങ ഒരു പകുതി വേവാകുമ്പോൾ അത് തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കി പിന്നെയും ഒന്നും കൂടെ അടച്ചു വയ്ക്കാം. ആവിയിലിരുന്ന് അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം ഏകദേശം നമ്മുടെ വഴുതനങ്ങ വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുത്താൽ നല്ല അടിപൊളി വഴുതനങ്ങ തോരൻ റെഡി. നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് ഇതങ്ങനെ കുഴഞ്ഞു പോത്തൊന്നുമില്ല. ഇനി വഴുതനങ്ങ തോരൻ വെക്കുമ്പം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.